ഉത്തര കേരളത്തിൽ കളിയാട്ട മഹോത്സവങ്ങൾക്ക് സമാപനം കുറിക്കുന്ന കലശ മഹോത്സവത്തിന് നീലേശ്വരം മന്നംപുറത്തുകാവ് ഒരുങ്ങി. 10,000 ദർശനം തേടുന്ന കലശ മഹോത്സവത്തിന്റെ പൂത്താക്കൽ ചടങ്ങ് കളരികൾ കേന്ദ്രീകരിച്ച് നടന്നു. കലശ മഹോത്സവം ഞായറാഴ്ച നടക്കും. ഉത്തര കേരളത്തിൽ കളിയാട്ടക്കാലത്തിന് സമാപനം കുറിച്ച് നീലേശ്വരം മന്നംപുറത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ കലശ മഹോത്സവം ഞായറാഴ്ച നടക്കും. കലശ മഹോത്സവത്തിന് മുന്നോടിയായി തെക്കുവടക്ക് കളരികളിൽ നിന്നുള്ള പൂക്കാർ സംഘം ഗ്രാമങ്ങളിലെത്തി ആരവം മുഴക്കിക്കൊണ്ട് കവുങ്ങിൻ പൂക്കുലകൾ ശേഖരിച്ച് കളരികളിലേക്ക് മടങ്ങി. 10,000 ദേവീ ദർശനം തേടുന്ന കലശ മഹോത്സവത്തിൽ കലശകുംഭങ്ങൾ ആർപ്പുവിളികളോടെ കാവ് വലം ചെയ്യും. ഒപ്പം നടയിൽ ഭഗവതി, കാളരാത്രി, ക്ഷേത്രപാലകനീശ്വരൻ, കൈക്ലോൻ തെയ്യങ്ങളുടെ തിരുമുടിയുയരും. കോലധാരികളുടെ നടയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം 3 മണിക്കൂർ നീളുന്ന പ്രസന്ന പൂജയോടെ ശാക്തേയ ചൈതന്യങ്ങളായ ദേവതമാർ ഭക്തസമക്ഷം അനുഗ്രഹം ചൊരിയും. 1:30 ഇരുന്ന 4:30 3 മണിക്കൂർ പൂജ ഉണ്ടാവും. 4:30 നട തുറന്നാൽ പൂക്കണിച്ചതിന് കൂടെ മുഹൂർത്തം കുറിക്കും. പുതിയ കുട വെക്കണം. പാരമ്പര്യ വിധിപ്രകാരം കലശത്തട്ട് അലങ്കരിക്കുന്ന പ്രവൃത്തികൾ ശനിയാഴ്ച നടക്കും. ഞായറാഴ്ച രാവിലെ കളരികളിൽ നിന്ന് ചക്കയും തേങ്ങയും കാവിലെത്തിക്കുന്നതോടെ കലശോത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകും. നീലേശ്വരം ആര്യക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് മീൻഗോവ സമർപ്പണവും നടക്കും. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെ മന്നംപുറത്ത് കാവിന്റെ തിരുമുറ്റത്ത് ദേവതമാരുടെ തിരുമുടിയുയരും. അമൃത ന്യൂസ്, കാസർഗോഡ്.